മധു കൊട്ടാരക്കര ന്യൂസ് ഏജൻസിയിൽ ചെന്നു. മധു കൊട്ടാരക്കര, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ട്രംപ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു ഖമനേയി കൊല്ലപ്പെട്ടു എന്ന്. ട്രൂത്ത് സോഷ്യലിലെ ആ പോസ്റ്റ് മുഴുവൻ വായിക്കുമ്പോൾ നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത്? തീർച്ചയായിട്ടും US പ്രസിഡന്റ് ഔദ്യോഗിക സ്ഥിരീകരണമായതുകൊണ്ട് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻ ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരം ചില സൂചനകൾ നൽകി. അതുമാത്രമല്ല, റോയിട്ടേഴ്സ് തന്നെ ഈ ഖമനേയുടെ മൃതദേഹം ഐഡന്റിഫൈ ചെയ്തു എന്നുള്ള റിപ്പോർട്ടിങ്സും ഉണ്ടായിരുന്നു. അതും വലിയ പ്രാധാന്യത്തോടു കൂടിയായിരുന്നു നൽകിയത്. ഒരുപക്ഷെ 100% സ്ഥിരീകരിച്ചിട്ടായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഡൊണാൾഡ് ട്രംപിന്റെയും അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെയും ആദ്യം തന്നെ ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ അയത്തുള്ള ഖമേനിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. അത് കാരണം ഈ ഭരണമാറ്റം കൊണ്ടുവരിക എന്നുള്ള ഒരു ഉപദേശമായിരുന്നു ട്രംപ് അഡ്മിനിസ്ട്രേഷന് അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ലഭിച്ചത്. കാരണം ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച 2 അഡ്വൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇറാൻ പോലൊരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോഴുള്ള പരിമിതികൾ, അതിനകത്തുള്ള റിസ്ക്, അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എയർ സ്ട്രൈക്ക് മാത്രമേ അമേരിക്കയെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂ. കാരണം അതിന് തക്കോണം ഗ്രൗണ്ടിൽ ഇറങ്ങി യുദ്ധം ചെയ്യാനുള്ള പട്ടാളക്കാർ, സൈന്യം അതിന് തക്കോണം അമേരിക്കയ്ക്കില്ല. തന്നെയുമല്ല, നീണ്ടുപോകുന്ന ഒരു യുദ്ധമായിരിക്കാം. രണ്ടാമത്, ഒരു തലമുറ മാറ്റം, അത് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാനിൽ ഒരു തലമുറ മാറ്റം ഉണ്ടായി ഒരു പുതുതലമുറ വരികയാണെന്നുണ്ടെങ്കിൽ ഇറാൻ അമേരിക്ക ദീർഘകാലം പോകുന്ന ഒരു പാർട്ണർഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ സുവർണാവസരവും കളയരുത് എന്നുള്ള ഈ 2 ഉപദേശത്തിന്റെ പേരിൽ ഒരു റിസ്ക് എടുത്താണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേലിനോട് ചേർന്ന് ഇറാനെ ആക്രമിച്ചതെന്ന് വേണമെങ്കിൽ കരുതാം. ഈ ഡേറ്റ് കുറിച്ചിട്ട ഡേറ്റ് തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ഈ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമായിട്ട് നെതന്യാഹു 2 ആഴ്ച മുന്നേ വൈറ്റ് ഹൗസിൽ എത്തുകയും, കാര്യം പ്ലാൻ ചെയ്തിരുന്ന ഡേറ്റിൽ നിന്ന് ഏതാണ്ട് ഒരാഴ്ച മുന്നെയാണ് വൈറ്റ് ഹൗസിൽ എത്തുകയും, പതിവിന് വിപരീതമായി വൈറ്റ് ഹൗസിന്റെ പുറകുവശത്തെ സൗത്ത് ഗേറ്റിൽ കൂടിയാണ് മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിച്ച് നെതന്യാഹു അകത്ത് കയറുകയും 3 മണിക്കൂർ ഡൊണാൾഡ് ട്രംപുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയതിനു ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണാതെ തിരിച്ചു പോയപ്പോൾ തന്നെ എന്തൊക്കെയോ വരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് നടത്തിയ നീക്കങ്ങൾ, ആഗോളതലത്തിൽ തന്നെയുള്ള അവർ നടത്തിയ ചില നയതന്ത്ര നീക്കങ്ങളും എല്ലാം ചേർന്ന് വായിക്കുമ്പോൾ ഇത്തരം ഒരു അറ്റാക്ക് ഉണ്ടാകാമായിരുന്നു. തന്നെയുമല്ല, ഇന്നലെ വരെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാന്റെ ഭാഗത്തു നിന്ന് കേൾക്കേണ്ടിയ ആ ഗോൾഡൻ വേർഡ് ഇതുവരെ കേൾക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് വളരെ ഒരു സംശയാസ്പദകരമായിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന്. കാര്യം, ഇത്രയും ഒരു സൈനിക വിന്യാസം, അമേരിക്കയുടെ ഏറ്റവും വലിയ 2 വിമാനവാഹിനി കപ്പലുകൾ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ 2 വിമാനവാഹിനി കപ്പലുകൾ ഇത്രയും സൈനികരുമായിട്ട് കണ്ണെത്താ ദൂരത്ത് വിന്യസിച്ചിട്ട് പോലും ഇറാൻ ചർച്ചകൾക്കായി മേശയ്ക്കരികിലേക്ക് അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു സംശയത്തിന്റെ ഒരു മുന നൽകിയാണ് സാധാരണ രീതിയിൽ വാഷിംഗ്ടണിൽ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ഡൊണാൾഡ് ട്രംപ് മാറി നിന്ന് ടെക്സസിലേക്ക് പോവുകയും തുടർന്ന് ഫ്ലോറിഡയിലേക്ക് പോവുകയും ചെയ്തു. സമാന രീതിയിലായിരുന്നു B2 ബോംബറിന്റെ ആക്രമണ സമയത്തും വാഷിംഗ്ടണിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് മാറി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ അത് മിസ്ലീഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ കാണാം. തന്നെയുമല്ല, ഈ അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടത് സ്ഥിരീകരിച്ചെങ്കിൽ തന്നെയും അവിടം കൊണ്ട് ഇത് നിൽക്കത്തില്ല എന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അറിയാം. അതുകൊണ്ട് ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയുവാൻ സാധിക്കത്തില്ല. സുഹൈൽ. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത് ന്യൂയോർക്കിൽ നിന്ന്. മധു, ഇതിനകത്ത് ഇപ്പോൾ ഈ അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റുകൾ വരുന്നു. അദ്ദേഹം ഈ കാര്യം ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് 2 മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിൽ ഖമനേയും ഉണ്ട് എന്ന് സംശയിക്കുന്നുവെന്നാണ്. നേരത്തെ ചാനൽ 12 എന്ന ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അയത്തുള്ള അലി ഖമനയുടെ മൃതശരീരം അടങ്ങുന്ന ഫോട്ടോ ഉയർത്തി കാണിച്ചിട്ടുണ്ടെന്നാണ്. ഖമനൈ കൊല്ലപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ നൽകാൻ അമേരിക്ക തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കാം?
ഗോപി, അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ രീതിയിലുള്ള ഒരു പ്രൊസീജിയേഴ്സിൽ കൂടി പോകേണ്ടി വരുമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ തന്നെ US കോൺഗ്രസിനെ അറിയിക്കണമെന്നുള്ള ഒരു നിയമമുണ്ട്. അത് ബാലിസ്റ്റിക് മിസൈലുകൾ വെച്ച് ഒരു പരിമിതമായ ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിലായിരുന്നു ഇന്നലെ രാത്രി US കോൺഗ്രസ് മെമ്പേഴ്സിനെ അറിയിച്ചെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖമേനിയുടെ വാർത്ത ഔദ്യോഗികമായിട്ട് US പ്രസിഡന്റ് സ്ഥിരീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തു വിടുന്നതിന് മുമ്പ് ഇനിയും ഒരുപക്ഷെ ചില സ്ഥിരീകരണങ്ങളും കൂടെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് വേണ്ടി വരുമെന്നാണ് നമുക്ക് ഈ സമയത്ത് കരുതുവാൻ സാധിക്കുന്നത്. ഗോപി, ശരി, ഏതായാലും നമ്മുടെ മുന്നിൽ സമാനമായ ഒരു സാഹചര്യമുള്ളത് ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തിയ സമയമാണ്. അബോട്ടാബാദിൽ അന്ന് US സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സാണ് 2011 ഈ ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്തുന്നത്. അതിൻ്റെ തെളിവുകൾ അന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഏതായാലും നേരത്തെ മധു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ തന്നെ അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പാലിക്കേണ്ടി വന്നേക്കാം. ഏതായാലും അയത്തുള്ള അലി ഖംനൈ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ പ്രചരിച്ചിരുന്നു. അതിലുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. അപ്പോഴാണ് അവ്യക്തത നീക്കുന്ന തരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റ് വരുന്നത്. ഖമനൈ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരീകരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതേസമയം ഖമനൈക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും ഇറാൻ ജനതയുടെ ആത്മവീര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് എന്നുള്ള പ്രതികരണമായിരുന്നു നേരത്തെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ഏതായാലും അയത്തുള്ള അലി ഖംനായി, ഇറാന്റെ ആത്മീയ ആചാര്യൻ, കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഡൊണാൾഡ് ട്രംപ് പോസ്റ്റിലാണ് ഈ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. 86 വയസ്സാണ് അയത്തുള്ള അലി ഖംനൈക്ക്. അയത്തുള്ള അലി ഖംനൈയെ ഇല്ലാതാക്കുന്നതോടുകൂടി, വധിക്കുന്നതോടുകൂടി ഇറാന്റെ ഭരണക്രമത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ട്. അതുകൂടി വ്യക്തമാക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പോസ്റ്റ്. ഇനി കീഴടങ്ങുക അല്ലെങ്കിൽ ഈ പുതിയ സംവിധാനത്തിലേക്ക് മാറുക എന്നതല്ലാതെ മറ്റ് പോംവഴികളിലേക്ക് കടന്നാൽ മരണമായിരിക്കും ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ഭീഷണി നിറഞ്ഞ മുന്നറിയിപ്പ് കൂടി ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.